റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. പുരാരേഖ വകുപ്പിലെ നിയമന തട്ടിപ്പിന്റെ കൂടുതൽ തെളിവുകൾ റിപ്പോർട്ടറിന്. അസിസ്റ്റന്റ് ഡയറക്ടറുടെയും സൂപ്രണ്ടിന്റെയും നിയമനത്തിൽ ക്രമക്കേട്. അസിസ്റ്റന്റ് ഡയറക്ടർ എസ് പാർവതിക്കും സൂപ്രണ്ട് എസ് ബിജുകുമാറിനും യോഗ്യതയില്ല. അംഗീകാരമില്ലാത്ത ബിരുദാനന്തര ബിരുദം അടിസ്ഥാനമാക്കിയാണ് പാർവതിയുടെ സ്ഥാനക്കയറ്റം. പ്രീ ഡിഗ്രിയാണ് സൂപ്രണ്ട് എസ് ബിജുവിന്റെ വിദ്യാഭ്യാസ യോഗ്യത. തട്ടിപ്പിന് ഒത്താശ ചെയ്യുന്നത് ഉന്നതരാണെന്നാണ് ആരോപണം. ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, ഗുഡ് മോർണിംഗ്. ഉന്നതങ്ങളിൽ പിടിയുണ്ടെങ്കിൽ വിദ്യാഭ്യാസമൊന്നും അധികമൊന്നും വേണ്ട എന്നാണോ ഈ നിയമന തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്? നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ വെറുതെ ആയോ? വെരി ഗുഡ് മോർണിംഗ് സുജയ പാർവതി. പുരാരേഖ വകുപ്പിൽ നിയമന തട്ടിപ്പിന്റെ കൂടുതൽ തെളിവുകളാണിത്. കാരണം പുരാരേഖ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ എസ് പാർവതിക്ക് മതിയായ യോഗ്യതയില്ല. ഇത് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ്. ആ യോഗ്യത കണ്ടെത്തിയിട്ട് 5 വർഷം സമയം നൽകി യോഗ്യത നേടാൻ വേണ്ടി. ആ 5 വർഷം കൊണ്ട് യോഗ്യത നേടാൻ എസ് പാർവതിക്ക് സാധിച്ചിട്ടുമില്ല. അസിസ്റ്റന്റ് ഡയറക്ടറായ എസ് പാർവതിക്കാണ് ഇപ്പോൾ പുരാരേഖ വകുപ്പ് ഡയറക്ടറുടെ താൽക്കാലിക ചുമതല. പുരാരേഖ വകുപ്പിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യതയായിട്ട് വേണ്ടത്. പക്ഷേ ഈ എസ് പാർവതി എന്ന അസിസ്റ്റന്റ് ഡയറക്ടറുടെ യോഗ്യത അണ്ണാമലൈ സർവകലാശാലയിലെ വിദൂര വിദ്യാഭ്യാസം വഴിയുള്ള ബിരുദാനന്തര ബിരുദമാണ്. ആ ബിരുദാനന്തര ബിരുദത്തിന് UGC അംഗീകാരമില്ല, PSC അംഗീകാരമില്ല. അതുകൊണ്ടാണ് 5 വർഷം അധികമായി നൽകിയത്. പക്ഷേ ആ സമയം കൊണ്ട് അധിക യോഗ്യത നേടാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരാൾ സൂപ്രണ്ടാണ്. പുരാരേഖ വകുപ്പിലെ സൂപ്രണ്ടായ എസ് ബിജുകുമാറിനാകട്ടെ പ്രീ ഡിഗ്രി മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത. ഈ തസ്തികയിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ബിരുദമാണ്. ഇങ്ങനെ യോഗ്യതയില്ലാത്ത ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി പ്രൊമോഷൻ നൽകുകയാണ് പുരാരേഖ വകുപ്പിൽ. വലിയ തരത്തിൽ നിയമന തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഈ അണ്ണാമലൈ സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസത്തിനൊക്കെ UGC നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിനും PSCക്കൊക്കെ കത്ത് തന്നെ നൽകിയതാണ്. കാരണം വ്യാപകമായ അത്തരത്തിൽ ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്ത് ഉദ്യോഗസ്ഥന്മാർ പ്രൊമോഷന് വേണ്ടി അപേക്ഷിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയത്. PSC 2-ൽ കൂടുതൽ തവണ സർക്കാരിന് അത്തരം ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാറ്റിൽ പറത്തി ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ പിന്തുണയോടുകൂടി ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർ അവർ പടിവെച്ച് കയറുകയാണ്. നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും ഇവർക്ക് ബാധകമല്ല. കാരണം പുരാരേഖ വകുപ്പിലെ 3 താൽക്കാലിക നിയമനങ്ങൾ ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്ഥിരപ്പെടുത്തിയ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതാണ്. സമാനമായ രീതിയിൽ തന്നെയാണ്. അതിൻ്റെയൊക്കെ കൃത്യമായ തെളിവുകളുണ്ട്. ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യതയുടെ തെളിവ് കൃത്യമായി ഇവർക്ക് കൂടുതൽ സമയം, ഏതാണ്ട് 2014 വരെ ഇവർക്ക് മതിയായ വിദ്യാഭ്യാസ യോഗ്യത നേടാൻ അവസരം നൽകി. മറ്റാർക്കും ഇങ്ങനെ അവസരം ലഭിക്കില്ല എന്നതാണ് പ്രത്യേകത. പക്ഷേ ഇവർക്ക് അങ്ങനെ വിദ്യാഭ്യാസ യോഗ്യത നേടാനുള്ള അവസരം പോലും സർക്കാർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കുള്ള സ്വാധീനം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ഇപ്പോഴും എസ് പാർവതിയും ബിജുകുമാറും ഒക്കെ യോഗ്യതയില്ലാതെ തന്നെ ഈ വലിയ തസ്തികയിൽ, പുരാരേഖ വകുപ്പിലെ ഏറ്റവും വലിയ തസ്തിക ഡയറക്ടർ തസ്തികയാണ്. അതിന് തൊട്ടു താഴെയാണ് അസിസ്റ്റന്റ് ഡയറക്ടർ. അസിസ്റ്റന്റ് ഡയറക്ടറായ എസ് പാർവതി ഇപ്പോൾ ഡയറക്ടറുടെ താൽക്കാലിക ചുമതലയിൽ തുടരുന്നു. ബിജുകുമാർ ആകട്ടെ സൂപ്രണ്ടായി തുടരുന്നു. 2 പേർക്കും മതിയായ വിദ്യാഭ്യാസ യോഗ്യതയല്ല സുജയ.